വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്റെ പരിപാടി എന്നെ കൂവി പൊളിക്കാൻ വന്നാണെന്ന്. അല്ല, ഈ കോഴിക്കടയുടെ ഓണർ ഞാനാണെന്ന് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്റെ ഒരു പുതിയ പണിക്കാരുണ്ടായിരുന്നില്ല. എന്റെ ദൈവമേ, ഇവരിപ്പോഴും കിടന്നുറങ്ങിയാണോ? എഴുന്നേറ്റില്ലേ? എടാ മോനെ, എഴുന്നേക്കടാ. പൊന്നു മുതലാളി ഒന്ന് ഉറക്കം പിടിച്ച് വരികയായിരുന്നു. ഉറങ്ങണമെങ്കിൽ വീട്ടിൽ പോയി ഉറങ്ങടാ. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വെളുപ്പിന് കോഴി കോവുമ്പോ നീ എഴുന്നേക്കണോന്ന്. ഇവിടെ മൊത്തം പെടക്കോഴിയല്ലേ, പേരെങ്കിലും കൂവാനൊരു പൂവൻ കോഴി ഉണ്ടാ. അപ്പൊ ഇന്ന് നോബി ഒന്നില്ലേ? പൂവൻ കോഴി തന്നെ, നോബി ഒന്നില്ല. എന്റെ ദൈവമേ, ഞാൻ ഇനിയിപ്പോ നാടൻ കോഴി ചോദിച്ചവർക്ക് എന്തെടുത്തു കൊടുക്കും? ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് മലയാളത്തിൽ കൂടെ ഏതെങ്കിലും 2 കോഴിയിൽ അങ്ങനത്തെ കണ്ടു കൊടുക്കണം. എടാ മണ്ട, ലോകത്തിലുള്ള എല്ലാ കോഴികളും മലയാളത്തിലാണ് കൂവണത്. ആര് പറഞ്ഞു? എടാ, നീ ചൈനയിൽ നിന്ന് ഒരു കോഴിനെ ഇവിടെ കൊണ്ടുവന്ന് കൂവിച്ചു നോക്കി, എങ്ങനെ കൂവും? അത് കൊക്കരക്കോ അങ്ങനെയല്ലേ കൂവുന്നത്? അല്ലാണ്ട് അങ്ങനെ കൂവോ? ഈ ഇങ്ങനെ വാ പൊളിച്ച് നിക്കാതെ, എടാ പുതിയ പണിക്കാരാണ്, ഒന്ന് തുള്ളിച്ചാടി ഓടി നടക്ക്. എന്നാ ഒരു കാര്യം ചെയ്യും, മുതലാളി ചിക്കൻ എടുക്കും, ഞാൻ ഡ്രസ് ചെയ്യാം. ഞാൻ ചിക്കൻ എടുക്കുമ്പോ നീ ഡ്രസ് ചെയ്ത? അതല്ല, ചിക്കൻ എടുക്കുക, ഞാൻ ഡ്രസ് ചെയ്ത് നന്നാക്കി വെക്കാന്ന്. ഞാനാ? എടാ ചിക്കൻ കുനിയ മേലാന്ന്. ആ ചിക്കൻ കുനിയാണോ? പൊക്കോ. അതല്ല, ചിക്കൻ എടുക്കണെങ്കിൽ കുനിയണ്ട, അതിന് മേലാന്ന്. അവൻ ആശാന് പണി തന്നോണ്ടിരിക്കുക. മുതലാളി, നാളെ എന്റെ പെങ്ങളോച്ചിന്റെ ബർത്ത്ഡേ ആണ്. അതിന് 20 കിലോ ചിക്കൻ ഞാൻ എടുക്കും. എടുക്കുമെന്ന്? എന്തിന്? ഇന്നലെ മുതലാളി വീട്ടിൽ ഒരാൾ തെങ്ങേറാൻ വന്നില്ലേ, പോയപ്പോ 2 തേങ്ങ കൊണ്ടുപോയില്ലേ? അത് നാട്ടു നടപ്പ്. ഞാനിവിടെ വർക്ക് ചെയ്യല്ലേ, പോകുമ്പോ 20 കിലോ കോഴി ഞാൻ എടുക്കും. ദൈവമേ, ഇന്ന് കാലത്ത് തന്നെ നഷ്ടക്കച്ചവടം ആയി പോയല്ല. വഴിയുണ്ട്, അതിനകത്തൊരു മുട്ടക്കോട്ടം കോഴി എടുത്തിട്ട് തൂക്കിക്കേ. ഒരെണ്ണ എടുക്ക്. ഇത് 20 കിലോ ഉണ്ടാവുക. ഇത് 3 കിലോ ഉള്ളു. 3 കിലോ? എടാ ഇപ്പൊ വെച്ചിട്ടല്ലേ ഉള്ളു. നീ എവിടെ നോക്കണം? ഇവിടെ ഇവിടെ നോക്കിയേ. 3 കിലോ. 3 കിലോ ഓക്കേണാ? നോക്കിയേ. 3 കിലോ ഉള്ളു. 15 കിലോ കേട്ടാ. 20 കിലോ. 40 കിലോ. 40 കിലോ. നിനക്ക് എത്ര വേണം? നിനക്ക് എത്ര വേണം? 20 മതി. ഇപ്പൊ ഓക്കെ. കറക്റ്റ് 20 കിലോ. ഇതെവിടെ പോലും ഭാഗവതിയുടെ വിവരം പിടിച്ച്. എടാ 1ഉം 2ഉം അല്ല, 20 കിലോന്റെ കോഴിയാണ്. ഇത്രയെങ്കിലും എക്സ്പ്രഷൻ ഇട്ടില്ലെങ്കിൽ നീ വിചാരിക്കും പിള്ളേച്ചൻ കള്ളം പറഞ്ഞാണ്. നിന്റെ കോഴി ഇവിടെ വെച്ചിട്ടുണ്ടേ, എടുക്കാൻ മറക്കണേ. പറഞ്ഞേക്കാവേ. ഹലോ ഹലോ, നമസ്കാരമുണ്ട്. ആ ഉണ്ട്. കാശുണ്ടാ? എന്നാ അവിടെ കിടന്ന് ഉടുക്കോട്ടാതെ വന്ന കാര്യം പറഞ്ഞേ. ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ട്. ഒരു 300 കിലോ കോഴി വേണം, എടുക്കാനുണ്ടാവുക? ഉണ്ടാവോന്ന് മോനെ, ഈ ചലഞ്ച് നീ എന്റെ അടുത്ത് ഇറക്കല്ലേ. ഇവിടെ കിടക്കണ കോഴികളൊന്നും നിസാര കോഴികളല്ല. എടാ, ഇവിടത്തെ ചിക്കൻ കഴിച്ചാൽ സൗന്ദര്യം കൂടും. പിന്നെന്ന് എടാ, എരീന പഠിക്കലിന് ഇത്ര സൗന്ദര്യം വരാൻ കാരണം എന്താ? ഇവിടത്തെ ചിക്കനാ. അത് ഇവിടുത്തെ ചിക്കൻ അല്ല, അത് ആ മേക്കപ്പിലെ ചെക്കനാ. സത്യം അതൊക്കെ തന്നെയാണ്. പിന്നെ ചിക്കൻ ഇപ്പൊ എത്രയുണ്ട് വില? ഇപ്പൊ 155. അയ്യോ, ഭയങ്കര കൂടുതലാണല്ലോ. എടാ, ജീവിച്ചിരിക്കുമ്പോ വാങ്ങിച്ചിട്ട് പോടാ. കോഴി ചത്തു കഴിഞ്ഞാ ഭയങ്കര വില. എങ്ങനെ വില കൂടുതൽ? ചിക്കൻ 65, ചിക്കൻ കടായി, ചിക്കൻ പെരിപ്പിരി. അയ്യോ, തലപെരുത്തിട്ട് പാടില്ല ചേട്ടാ. ഒരു 300 കിലോ ചിക്കൻ പെട്ടെന്ന് എടുക്ക്. ഒരാളി 300 കിലോ ചിക്കൻ കൊടുക്കല്ലേ? പക്ഷിപ്പനിയാണ്, 2 ദിവസമൊക്കെ വണ്ടി വരത്തില്ല. കോഴിക്ക് പനി വരുവാ? വരുവോന്നാ? മൂലക്കൊരു കോഴി ഇരിക്കണണ്ട. മൂലക്കുരുവുള്ള കോഴിയാ? ആ കൂടിന്റെ മൂലക്കൊരു കോഴി ഇരിക്കണണ്ട. 4 ദിവസമായിട്ട് പരിച്ചു കിടക്കുകയായിരുന്നു. ഇന്ന് തുളസിയിലിട്ട് ആവി പിടിച്ച പിന്നെയാണ് അതിന്റെ തല ഊതി. ഈ പനി വരാത്ത കോഴിയുണ്ടാ? ഇല്ലല്ല. ഏത് കോഴി? ടർക്കി കോഴി. അതിന് പനി വരികയല്ലേ? ഫുൾ ടൈം ടർക്കി ആയിട്ട് കിടക്കുകയല്ലേ. അതിന്റെ തല ഒന്ന് നനഞ്ഞാൽ മതി, അപ്പൊ ടർക്കി ഇട്ടിട്ട് തല. ഇതേപോലെ തന്നെ പൊടി പിടിച്ച സ്ഥലത്തൊന്നും അത് കിടക്കൂല. അതിങ്ങനെ വരും, ടർക്കി വിരിക്കും, അതിനകത്ത് കിടക്കും. വൃത്തിയുള്ള കോഴിയാണ്. ഞാനോട് തൂക്കട്ടെ, ചിക്കൻ കട്ടിയണ്ടേ? അയ്യോ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പണിക്കാരനാണല്ലോ. ഓടിച്ചാടിയല്ല അവൻ പണിയെടുക്കണത്. അത് ആക്റ്റീവ് ഒന്നുമല്ല. വന്നപ്പോ ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഓടിച്ചാടി എന്ന് പണിയെടുക്കണം. ഇപ്പൊ എന്നെ കാണിക്കാനുള്ളത് അത്രപ്പാടാ. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. കോഴിക്കട വെക്കണ എന്ത് ചെയ്യും? അത് കോഴി ഓടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു തടിക്കഷ്ണം എടുത്ത് വെച്ചാൽ മതി. കോഴിക്കട വെക്കണതല്ലേ ചോദിച്ചത്? ഇതുപോലെ ഒരു കോഴിക്കട വെക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? കോഴിക്കട അല്ല, ഇപ്പൊ 2 ദിവസമായിട്ടുള്ള വന്നിട്ട് ആശാൻ അടവെക്കാൻ നടക്കുക. അതൊരു പഴയ പണിക്കാരനുണ്ടായിരുന്നില്ല, അവനെന്ത്? അവന് ഞാൻ പറഞ്ഞു വിട്ട്. അതെന്താണ്? എന്റെ പൊന്നടാവേ, അവൻ ജന്മം പോയ കോഴിക്ക് കത്തി വെച്ച് കൊല്ലൂല.
പറ്റൂല. അതെന്താ? അവന് ചോര കണ്ട തലയിറങ്ങും. ഒരു ദിവസം ഒരാൾ കൂടെ കോഴി മേടിക്കാൻ വന്നു. കോഴിനെ കൊല്ലാതെ കൊടുത്തു വിടാൻ പറ്റുമോ? അതില്ല. ഇവനാണെങ്കിൽ കൊല്ലത്തില്ല. അന്നെ കരുനാഗപ്പള്ളിയിലായിരുന്നു. അതല്ല, ഇവൻ കോഴിനെ കൊല്ലത്തില്ല. ഞാൻ അവനോട് കർക്കശം പറഞ്ഞ് നീ തന്നെ കൊല്ലണോന്ന് കോഴിനെ. പക്ഷെ എന്നെ പേടിച്ചിട്ട് അവൻ തന്നെ കൊന്ന്. എങ്ങനെ വന്നത്? വിഷം കൊടുത്തു വന്ന്. ഇപ്പൊ ആ വീട്ടിലെ 3 പേരെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് 3 മാസം കേസ്. പിന്നെ ഇവൻ കത്തി വെക്കുവാ. ഇവനെ 2 മിനിറ്റ് സംസാരിച്ചു നോക്കാം, അപ്പൊ അറിയാം. ഹലോ ഹലോ ചേട്ടാ, ഈ കോഴിയുടെ ഇംഗ്ലീഷ് എന്നാ? ചിക്കൻ അല്ല, കാലി. ചിക്കൻ കാലി. ചിക്കൻ. എന്നാ കോഴിക്കോടിന് ഇംഗ്ലീഷ് എന്നാ? കാലിക്കട്ട്. അല്ലാണ്ട് ചിക്കൻ കട്ടെന്നല്ലോ. കേട്ടോ? അങ്ങനെയുണ്ട്. പിന്നെ വല്ല ചെമ്മീൻ കട്ടിലും കൊണ്ടുപോയിട്. അതാണ് അവന്റെ കത്തി. ആശാനെ, ഈ കോഴിയുടെ പപ്സും കൂടെ ഉണ്ടാക്കും. പപ്സും കൂടെ? അയ്യ, അവൻ പപ്പും കൂടെന്നാണ് ഉദ്ദേശിച്ചത്. മനഃപൂർവ്വം നാണം കെടുത്താൻ ഡ്രമ്മിൽ കൂടെ നിറ. അല്ല, ഈ ചിക്കനൊക്കെ കട്ട് ചെയ്ത് എന്തിനാണ് റമ്മിന്റെ അകത്ത് കൊണ്ടുപോയിടണത്? പിന്നെ എനിക്ക് യൂട്യൂബിൽ എടുത്തിടാൻ പറ്റും. കോഴിപ്പോരൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. മോനെ, ഈ കോഴിപ്പോരിന്റെ കാര്യം എന്നോട് പറയല്ലേ. ഈ പേരിട്ടത് തന്നെ ഞാനാ. ആണോ? പിന്നെ എടാ, മറ്റേ തമിഴ്നാട്ടിലല്ലേ ഈ കോഴിത്തല്ല് നടന്നിരുന്നത്. പണ്ട് കോഴിത്തല്ലായിരുന്നു, അന്ന് കോഴിപ്പോരില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഒരു കുഞ്ഞിക്കോഴിയായിട്ട് നേരെ തമിഴ്നാട്ടിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച എന്താ? എന്താണ്? കടിയനായ ഒരു കൊത്തുകോഴി നെഞ്ചും പിരിച്ച് അങ്ങനെ നിക്കാണ്. ഒമ്പോ. ഈ സമയത്ത് ഞാൻ കൊണ്ടുവന്ന കുഞ്ഞിക്കോഴിയില്ലേ, അങ്ങോട്ട് ചെല്ലുവാ പോരാടാ. ഇത് കുഞ്ഞിക്കോഴിയല്ല, ഇത് കുഞ്ഞിക്കൂനനാ. അല്ലല്ല, കോഴി തന്നെ. ഇപ്പൊ ഓക്കെ. അവന്റെ നിപ്പ് കണ്ടപ്പോ എനിക്കൊരു പന്തിയേട് വന്നു. അപ്പൊ ഞാൻ ഈ കുഞ്ഞിക്കോഴിനോട് പറഞ്ഞു, വേണ്ട കോഴി പോരെ, അവനോട് കളിക്കണ്ട, കോഴി പോരെ. ഇതങ്ങോട്ട് കേട്ടതും അവിടെ കൂടുന്ന ഒരു കോഴി പോരെ, കോഴി പോരെ, കോഴി പോരെ, അടിവാനിപ്പൂരി. പേരുണ്ടായി. ഇതിലും വലിയ പോരാണ് എന്റെ വീട്ടിൽ ഞാനും എന്റെ ചേട്ടനും കൂടി. അയ്യോ, അച്ഛൻ ഭാഗം ചെയ്ത് തന്നായിരുന്നു. ഇപ്പൊ താമസിക്കുന്ന വീട് എനിക്കും 3 സെന്റ് സ്ഥലം ചേട്ടനും. എടാ, ആ 3 സെന്റ് സ്ഥലം ചേട്ടനോട് കൊടുത്താ പോരെ. അയ്യോ, ആ 3 സെന്റ് സ്ഥലത്താ എന്റെ വീടിരിക്കണത്. നിന്റെ അച്ഛന്റെ പേരെന്താണ്? ചന്ദ്രപ്പൻ. ഇത്രയും വലിയ കുരുക്കിട്ടാക്കി തന്ന പുള്ളിയുടെ പേര് ചന്ദ്രപ്പൻ എന്നല്ല, ഇടിയപ്പൻ. ഹലോ സുഭാഷേ, 50 ബിരിയാണിയുടെ ഓർഡർ കിട്ടിയാ? പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടേര്. എടാ, ബാക്കി ഓർഡർ കൂടി നീ എങ്ങനെങ്കിലും പിടിക്ക്. അച്ഛന്റെ കാര്യമായി പോയില്ലേടാ. ചേട്ടാ, അച്ഛനെല്ലാം പറ്റി? അച്ഛന് ജപ്പാൻ ജ്വരം. അയ്യോ, അതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഈ ബിരിയാണി ചലഞ്ച് നടത്തണത്. അയ്യോ, അപ്പൊ ഇഷ്ടം പോലെ പൈസ വേണ്ടി വരുമല്ലോ. പിന്നെ ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ ചേട്ടാ. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ രാക്ഷസൻ വേഷം മാറി ഒന്നാണ്. ഒരു 10 ബിരിയാണിയുടെ ഓർഡർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് ഓക്കെയാണ്. ആണോ? അവിടെ നിന്നാ മതി, അപ്പുറത്തേക്ക് പോണ്ട. പിന്നെ അച്ഛന്റെ വില എനിക്കറിയാം. എന്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്തു പറ്റി? അച്ഛന് മറ്റേ കഷ്ണത്തില് ഇതായിരുന്നു. മത്തി ചീഞ്ഞതായിരുന്നാ? അല്ല, മത്തിയല്ല, മറ്റേ തലയിലത്തെ മസ്തിഷ്കം കംപ്ലൈന്റ് ആയിരുന്നു. അച്ഛൻ തലേ വെള്ളം കൂരി ഒഴിച്ചാ? പോട്ടെ മുതലാളി, പോട്ടെ. അതല്ലേ അച്ഛൻ പോയെന്ന് പറഞ്ഞു. ഒന്ന് പോയാർക്കുന്ന അപ്പോഴേ ഒരു അച്ഛന്റെ കാര്യമായതിന്റെ പേരില് ഞാൻ ആ 10 ബിരിയാണി ഞാൻ എടുത്ത്. സന്തോഷം. എത്ര രൂപയാണ്? 1500 രൂപ. 1500 രൂപ ഉണ്ട്. ഏതാണ്ട് ഇതിനു വേണ്ടി വെച്ച പൈസ പോലെ. അയ്യോ, അപ്പൊ കൃത്യം പൈസ ഫണ്ട് ഓക്കെ. പണ്ടൊക്കെ അല്ല ചേട്ടൻ, പെട്ടെന്ന് അച്ഛനെ നല്ലൊരു ആശുപത്രി കൊണ്ടുപോയി കാണിക്കാൻ നോക്ക്. അതെ. എന്തിനാണ് ആശുപത്രി കൊണ്ടുപോണത്? എടാ, ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞ നിസാര അസുഖമാണ് അത്. അയ്യോ, ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞ അസുഖമല്ല. പിന്നെ അച്ഛന് കുഞ്ഞുനാൾ തൊട്ട് ജപ്പാനിൽ പോണെന്ന് പറഞ്ഞ ഒറ്റ ജ്വരം. എന്റെ ദൈവമേ, എന്റെ 500 1500 പോയി. അടുത്ത ആഴ്ച വേറൊരു ചലഞ്ച് കൂടി ഉണ്ട്. അന്നും ചേട്ടൻ ബിരിയാണി എടുത്ത് എന്നെ സഹായിക്കണം. അതെന്തിനുള്ളതാണ്? അമ്മായിക്ക് ചിക്കൻ ബോക്സ്. അവന്റെ അമ്മായിക്ക് ചിക്കൻ മേടിച്ചു വെക്കാൻ ഒരു ബോക്സ് ഇല്ല. അതിനു വേണ്ടിട്ടാണ് അടുത്ത ചലഞ്ച്. ഈ വേല നിന്റെ മനസ്സിൽ നിൽക്കട്ടാ. അയ്യോ, എടാ, ഇത് ഞാൻ പറയേണ്ടതല്ലേ. ചേട്ടൻ പറ. എന്നായാലും അടിപൊളിയായിരുന്നു. ഞങ്ങള് നല്ല രീതിയിൽ ചിരിച്ചു. പക്ഷെ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യത നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന നാട്ടുകൂട്ടങ്ങളായിരിക്കും, അല്ലെ? നാട്ടുകൂട്ടം എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. ആ, ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത് എലീന കൊണ്ടുള്ള ഒരു കൗണ്ടർ അടിച്ചിന്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ചിക്കന്റെ ചേട്ടാ, അത് കൗണ്ടർ അല്ല, ഒരു സത്യം. ഒരു നഗ്നസത്യം. എന്ത് ചെയ്യാനാ, എന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാൻ എലീനെ കുറിച്ചുള്ള സത്യം പറഞ്ഞപ്പോ ഇത്രയും ചിരി. അപ്പൊ കുറച്ച് കള്ളം പറഞ്ഞിരുന്നെങ്കില അതിന് വലിയ തമാശ ആയേനെ, വലിയ കൗണ്ടർ ആയേനെ. ശരി, എലീനയുടെ അല്ലാതെ ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതില്? എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ പറയാ, മറ്റേ ചിക്കന്റെ ആദ്യം തന്നെ വന്നിട്ട് കാലിങ്ങനെ കാല് കൊടയണത്. അല്ല, അതൊക്കെ ഗംഭീര സാധനമായിരുന്നു.
സൂപ്പർ എനർജി ആയിരുന്നു. നല്ലൊരു ഓളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ആ ഇവന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര നിസ്സാരമായിട്ട് എന്താ പറയാ പെർഫോമും ചെയ്യേണ്ട കഷ്ടപ്പെട്ട് നിങ്ങൾ നല്ല നല്ല സ്റ്റോറീസും ആശയം കൊണ്ടുവരുന്നുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. സൂപ്പർ ഹാർഡ് വർക്ക് പേസ്. നിങ്ങളൊക്കെ ഇതുപോലെ ചിക്കൻ കടയിലൊക്കെ പോയി വാങ്ങുന്ന ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ? അതോ അവര് കോഴി വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോടാ പറിക്കും. അടുപ്പിൽ കിടക്കും. എന്നിട്ട് അത് പറയും പകുതി എന്നാ ഫ്രൈ ആക്കണേ. കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആണല്ലോ ആണല്ലോ. ഹലോ ഹലോ സോറി ഹലോ സപ്പോർട്ട് ചെയ്യുന്നതാണോ? അല്ല നോബിച്ചേട്ടൻ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാ കൈയെടുത്ത്. പ്രേക്ഷകരെ എന്തായാലും സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാറ്ററി ബാക്കി തീരുമാനിക്കും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നോക്കാം പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ബാ. കരനിറയെ പണമൊഴുകണ പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളം. കിട്ടിയില്ലെങ്കിൽ ഞാൻ ആലോചിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഞാൻ അനീഷെന്ന് പേര് മാറ്റിട്ട് ഐശ്വര്യ പാവോടെ ഞെട്ടിപ്പോയി. ഒരു മിനിറ്റ് ഷോക്കായി പോയി ചേട്ടൻ. കോഴിക്കടയിലെ കോഴിയൊക്കെ കൊന്ന് ബ്ലഡ് കാണുന്ന ആളാണ് ചിരി. ആ കഥാപാത്രം ചെയ്തിട്ട് കരയുന്നു, ചിരിക്കുന്ന കരയുന്നു. അല്ല അനീഷ് ചിരിക്കുകയാണോ വിഷമാണോ എന്താണ് പറയൂ. ഒന്നും പറയാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തനാണ്. പറയൂ അനീഷ്. അനീഷ് പറയൂ. അങ്ങനെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ കോമഡി മാസ്റ്റേഴ്സ് തന്നെ കുറെ കൂടി അറ്റൻഡ് ചെയ്തായിരുന്നു. കളിക്കാൻ പറ്റില്ല. അല്ല ഇനിയിപ്പോ അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ അനീഷ് ഉണ്ടാവുമല്ലോ തീർച്ചയായും. ഇനിയിപ്പോ അനീഷേട്ടൻ ജാടയാവും. ഇതല്ലെങ്കിലും നമ്മള് ചെയ്യും. അല്ല ഇനിയിപ്പോ അനീഷേട്ടൻ ജാടയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ 50,000 വാങ്ങിയ കലാകാരൻ. അതല്ലേ ഞാൻ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എഴുതാൻ വിളിക്കുമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി അങ്ങനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിട്ട് വിളിച്ച ഞാൻ ഒരു 2 വർഷമായിട്ട് പക്ഷെ പറ്റത്തില്ല. അയ്യോ അനീഷ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. നിങ്ങൾ നെർവസ് ആണോ അല്ല അതൊന്നും നമുക്ക് തോന്നിയില്ല. നിങ്ങൾ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ആയിരുന്നു. അനീഷിന്റെ പോർഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തത് ഞങ്ങൾക്ക് നല്ല വിശ്വാസം. അല്ല എനിക്ക് ഒരു കാര്യം പറയാൻ, ഇപ്പൊ ഈ ഒരു സ്കിറ്റിന്റെ ഇത്രയും വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ബ്രിജിത്ത് കോട്ടയാണ് ഈ പ്രാവശ്യം. അപ്പൊ നല്ല രീതിയിൽ നമ്മള് നല്ലോണം കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്ത് ഇതുവരെ എത്തിച്ചതിൽ ഒരു പങ്ക് ബ്രിജിത്ത് കോട്ടയത്തിന്. വീണ്ടും നല്ലൊരു കൈയടി, വലിയൊരു കൈയടി. ഗംഭീരായിരുന്നു. ഇനിയും വേറെ സംഭവം എന്നാന്നറിയോ? ഈ 50,000 ഇപ്പൊ തന്നെ കൈയോടെ കിട്ടും ട്രാൻസ്ഫർ ചെയ്ത്. അതാണ് ഇവിടുത്തെ അതൊന്നും തരത്തില്ല. അതൊക്കെ ഈ കരച്ചില്ല ഒതുക്കുകയാണ് ഇതിപ്പോ. ശരി ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നാ പിന്നെ അനീഷ് ചേട്ടനെ കൂടി അതിനിപ്പോ ഇവര് കൊടുത്തില്ലെങ്കിൽ ആണ്ട്രാ കരയുന്നു, രണ്ടുപേരും മാറുന്നു. സൂപ്പർ. അപ്പൊ 50,000 ലഭിച്ചിരിക്കുകയാണ്. ഇനിയും വരണം, പൊളിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.